അനുഗ്രഹമായി അവിടുന്ന് മടക്കി നൽകുന്നത് ഓർത്ത് ജോമോച്ചാനും നിർമ്മലമായും പ്രത്യേകമായിട്ട് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ 31 സംവത്സരക്കാലം അനുഭവിക്കുന്ന ദൈവകാരുണ്യത്തിന് ഞങ്ങൾ നിങ്ങളുടെ സ്തോത്രം പറയുന്നു. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഇല്ലായ്മയിലും ഉണ്മയിലും നിന്നോട് ചേർന്ന് ജീവിപ്പാൻ ദൈവം സഹായിക്കുന്നു. തുടർന്നും നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഇരുവർക്കും സൗഖ്യവും ആരോഗ്യവും ഒക്കെ നൽകണം. പ്രത്യേകിച്ച് നിന്റെ മകളുടെ ജോലി കാര്യങ്ങൾ, യാത്രകളിലെല്ലാം കർത്താവ് സഹായിക്കണം. നിന്റെ മകനോടുകൂടെ അവിടുത്തെ കാരുണ്യം ഉണ്ടാകും. എല്ലാ നന്മകളാണ് ഈശോയെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കണം. അനുഭവിക്കുന്ന എല്ലാ ദൈവകാരുണ്യത്തിനും സ്തോത്രം. നമ്മിനെ ഓർക്കും. അവരെ അനുഗ്രഹിക്കുകയും നന്മകളാൽ നിറയ്ക്കുകയും വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യും. ജോലിയിലൊക്കെ അനുഭവിക്കുന്ന ദൈവകാരുണ്യത്തിന് സ്തോത്രം. യാത്രകളിലൊക്കെ കർത്താവ് കൂടെ ഇരിക്കണം. നിങ്ങളുടെ ഇടവകയെ എല്ലാ ഭവനങ്ങളെയൊക്കെ ഓർക്കണം. ഇവിടെ അയൽക്കാരായി പാർക്കുന്നവരെയോ എല്ലാവരോടും കൂടെ നിന്റെ അനുഗ്രഹം ഉണ്ടാകും. ഞങ്ങളുടെ അതിർത്തിയിലുള്ള പ്രശ്നങ്ങൾ, യുദ്ധത്തിന്റെ ഭീഷണികളെയൊക്കെ ദൈവമേ ഒന്നും അറിയുന്നില്ല. സമാധാനം തുടരുന്നു. ആരും സങ്കടപ്പെടാനോ ബുദ്ധിമുട്ടുന്നതിനൊന്നും ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നേതാക്കൾക്കും തിരിച്ചറിവും വിവേകവും കർത്താവ് നൽകി അനുഗ്രഹിക്കണം. എല്ലാ നന്മകളും കൊണ്ടുവരണം. ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണം. സ്നേഹിക്കുകയും കരുതുകയും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും അനുസ്തോത്രം. വിവിധ ആവശ്യങ്ങളൊക്കെ പ്രാർത്ഥനയ്ക്കായി പറഞ്ഞിട്ടുള്ള എല്ലാവരും ആശുപത്രികളിലും സുഖമില്ലാതെ കഴിയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ ഓർമ്മിച്ചു. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും ഓർത്ത് എല്ലാവരും ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം പരിപാലിച്ചു. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണം. ആമേൻ.